ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നീക്കങ്ങളുടെ ഭാഗമായി വീണ്ടും ഇറാനിലേക്കാണ് ഇന്ത്യയുടെ എണ്ണനോട്ടം തിരിയുന്നത്. ഏറെക്കാലമായി ഉപരോധങ്ങളാൽ തടസ്സപ്പെട്ടിരുന്ന ഇറാനിയൻ അസംസ്കൃത എണ്ണ ഇറക്കുമതി വീണ്ടും ആരംഭിക്കാനുള്ള സാധ്യതകൾ ഇന്ത്യ പരിശോധിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് നവഭാരത് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വന്നിരിക്കുന്നത്. ആഗോളതലത്തിൽ ഊർജ്ജ വിതരണത്തിലുണ്ടാകുന്ന അനിശ്ചിതത്വങ്ങളും യുദ്ധ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ഇന്ത്യ തന്റെ എണ്ണ സ്രോതസ്സുകൾ കൂടുതൽ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഇപ്പോൾ ഇന്ത്യക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 40-ലധികം ഊർജ്ജ സ്രോതസ്സുകളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. എന്നിരുന്നാലും സ്ഥിരതയുള്ള വിതരണവും വില മത്സരക്ഷമതയും ഉറപ്പാക്കാൻ പുതിയ സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് ഇറാൻ വീണ്ടും ഇന്ത്യയുടെ ഊർജ്ജതന്ത്രത്തിൽ പ്രധാന സ്ഥാനത്ത് എത്തുന്നത്. ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ സാങ്കേതികവും വാണിജ്യപരവുമായ സാധ്യതകൾ ഇന്ത്യ വിശദമായി വിലയിരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ റിഫൈനറികൾക്ക് ഏറെ അനുയോജ്യമായ ക്രൂഡ് ഓയിൽ തരങ്ങളാണ് ഇറാനിയൻ എണ്ണ. പ്രത്യേകിച്ച് ഇറാനിയൻ ലൈറ്റ്, ഇറാനിയൻ ഹെവി എന്നീ ഗ്രേഡുകൾ ഇന്ത്യൻ റിഫൈനറികൾക്ക് പ്രോസസ് ചെയ്യാൻ സാങ്കേതികമായി എളുപ്പമാണ്. അതിനാൽ തന്നെ മുൻപ് ഇന്ത്യ ഇറാനിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം ശക്തമായതോടെ ഇറാൻ ചില രാജ്യങ്ങളുമായി നടത്തുന്ന എണ്ണ വ്യാപാരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ചൈനയുമായുള്ള വ്യാപാരത്തിൽ US ഡോളറിന് പകരം യുവാൻ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതേ മാതൃകയിൽ ഇന്ത്യയും ഇറാനുമായി രൂപയിൽ വ്യാപാരം നടത്താനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രൂപയിൽ വ്യാപാരം നടക്കുന്നത് ഇന്ത്യക്ക് വലിയ സാമ്പത്തിക ആശ്വാസമാകാൻ സാധ്യതയുണ്ട്. കാരണം ഡോളറിന്റെ രൂപ മൂല്യം ഇടിയുന്ന സാഹചര്യത്തിൽ ഡോളർ ആശ്രയം കുറയ്ക്കുന്നത് ഇന്ത്യക്ക് ഗുണകരമായിരിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഇതിനിടെ ആഗോള എണ്ണ വിപണിയിലെ സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനായി ഇറാനിയൻ എണ്ണയ്ക്കുള്ള ചില ഉപരോധങ്ങളിൽ താൽക്കാലിക ഇളവ് അനുവദിച്ചതായി US പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് ഈ പ്രഖ്യാപനം നടത്തിയത്. കടലിൽ കപ്പലുകളിൽ തുടരുന്ന ഇറാനിയൻ എണ്ണയ്ക്ക് മേലുള്ള നിയന്ത്രണങ്ങളിൽ 30 ദിവസത്തേക്ക് ഇളവ് അനുവദിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 140 ദശലക്ഷം ബാരൽ ഇറാനിയൻ എണ്ണയ്ക്കാണ് ഈ ഇളവ് ബാധകമാകുന്നത്. അതോടൊപ്പം തന്നെ പാശ്ചാത്യേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാനിന് നൽകിയിരുന്ന സമയപരിധിയും US നീട്ടിയിട്ടുണ്ട്. ലോകത്തിലെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 1/5 ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നതാണ്. അതിനാൽ തന്നെ ഈ പാതയുടെ സുരക്ഷ ആഗോള ഊർജ്ജ വിപണിക്ക് നിർണായകമാണ്. യുദ്ധം അവസാനിപ്പിക്കാനും ഇറാനെ ചിലതെങ്കിലും ആശ്വസിപ്പിക്കാനുമുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ ഇളവുകൾ നൽകിയിരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാനിലെ വൈദ്യുതി നിലയങ്ങൾക്കെതിരെ 5 ദിവസത്തേക്ക് ആക്രമണം നടത്തില്ലെന്ന ഉറപ്പും അമേരിക്ക നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ ഇറാനുമായുള്ള ഊർജ്ജബന്ധം വളരെ പഴക്കമുള്ളതാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 11.5% വരെ ഇറാനിൽ നിന്നാണ് ലഭിച്ചിരുന്നത്. എന്നാൽ 2018 അമേരിക്ക ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതോടെ ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങൽ ഗണ്യമായി കുറയ്ക്കേണ്ടി വന്നു. ഇപ്പോൾ സാഹചര്യം ഭാഗികമായി മാറിയിരിക്കുന്നതിനാൽ വീണ്ടും ഇറാനിയൻ എണ്ണ വാങ്ങൽ പുനരാരംഭിക്കാൻ സാധ്യതകൾ വിലയിരുത്തുകയാണ് ഇന്ത്യ. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കുന്നതനുസരിച്ച് ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി പുനരാരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ഏതൊരു തീരുമാനവും സാങ്കേതികവും വാണിജ്യപരവുമായ ഘടകങ്ങൾ വിലയിരുത്തിയ ശേഷമായിരിക്കും. ഇറാനുമായി രൂപയിൽ വ്യാപാരം സാധ്യമാവുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ വിദേശ നാണയ ചെലവ് കുറയ്ക്കുന്നതോടൊപ്പം ഡോളർ ആശ്രയം കുറയ്ക്കുന്നതിനുള്ള സർക്കാരിന്റെ വലിയ തന്ത്രവിജയമായി മാറാനിടയുണ്ട്. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇറാനും സ്ഥിരമായി വരുമാന സ്രോതസ്സുകൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനാൽ ഇന്ത്യ പോലുള്ള വലിയ ഉപഭോക്താവിനായി പ്രത്യേക ഇളവുകൾ നൽകാൻ ഇറാൻ തയ്യാറാകുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ആഗോള രാഷ്ട്രീയവും ഊർജ്ജ വിപണിയും വേഗത്തിൽ മാറുന്ന ഈ സാഹചര്യത്തിൽ ഇറാനുമായി ഇന്ത്യ വീണ്ടും ശക്തമായ ഊർജ്ജബന്ധം സ്ഥാപിക്കുമോ എന്നതാണ് ലോകം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.